കഴിഞ്ഞ വീഡിയോയിൽ ചാലഞ്ചർ 2 ടാങ്ക് 3 ദിവസത്തിനുള്ളിൽ റഷ്യൻ സൈന്യം തകർത്തതായി ഞാൻ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല ഉക്രൈനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഷ്യൻ സൈന്യം തകർത്തു. റഷ്യ ഏതോ ഒരു കാര്യത്തെ നോക്കി മുന്നോട്ടു പോവുകയാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 2 പ്രദേശങ്ങളിലുള്ള 2 പാട്രിയോട്ട് ബാറ്ററികൾ, ഒരു MiG-29 വിമാനം, 2 ഹൈമാസ് യൂണിറ്റുകൾ എന്നിവ മുഴുവനായും നശിപ്പിക്കപ്പെട്ടു. മാത്രമല്ല ഉക്രൈൻ സൈനികരെ യുദ്ധ തടവുകാരാക്കി മാറ്റി. എങ്ങനെയാണ് റഷ്യയുടെ സൈനികർ ഒരു 100 പേരെയോളം ഒറ്റ ദിവസത്തിൽ യുദ്ധ തടവുകാരായി റഷ്യയ്ക്കുള്ളിൽ വെച്ച് തന്നെ ഉക്രൈൻ പിടികൂടിയത്? അതുപോലെ ഇന്നലെ ഒറ്റ ദിവസത്തിൽ 65 ഉക്രൈൻ പട്ടാളക്കാരെ റഷ്യ ആ ഒറ്റ സ്ഥലത്ത് വെച്ച് പിടികൂടി, അതും ഈ കേഴ്സ് ഭാഗത്ത് വെച്ച്. മറ്റൊരുപാട് സ്ഥലങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്കുള്ളിലേക്ക് പമ്പ് ചെയ്ത ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസ് IFV എല്ലാം വൻതോതിൽ നാശത്തിനിരയായി. കഴിഞ്ഞ 3 ദിവസമായി ഉക്രൈന് നഷ്ടത്തിന് മുകളിൽ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതും 24 മണിക്കൂറിൽ ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ നേരിട്ടു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. സുമി മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ കേഴ്സ് മേഖലയിലെ പ്രവർത്തനത്തിനുള്ള ടോൾ ബൂത്തായി സുമി മേഖല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ സുമി മേഖലയെ ഒരു ടോൾ ബൂത്ത് എന്ന് പറയാൻ കാരണം, ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഉക്രൈന്റെ റിസർവ് ട്രൂപ്സ് അല്ലെങ്കിൽ ഉക്രൈനിൽ റീഗ്രൂപ്പ് ആവുന്ന സൈനികർ എല്ലാം റഷ്യയുടെ കേഴ്സ് ഭാഗങ്ങളിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നത്. തുടക്കത്തിൽ ഉക്രൈന്റെ ആക്രമണത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഈ പ്രദേശത്ത് നിന്നാണ് റഷ്യയുടെ അതിർത്തിക്ക് അപ്പുറമുള്ള റഷ്യയുടെ പ്രദേശത്തേക്ക് ഉക്രൈൻ അയച്ചുകൊണ്ടിരുന്നത്. അതിനാൽ സുമി മേഖലയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ശ്രദ്ധ ഇപ്പോൾ കാർഖീവിന് ശേഷം ഈ സുമി മേഖലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ റഷ്യൻ അധിനിവേശം അല്ലെങ്കിൽ റഷ്യൻ ആക്രമണം ഉക്രൈൻ എന്ത് ചിന്തയോടുകൂടിയാണ് ആരംഭിച്ചത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം റഷ്യയുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് മാറ്റിയെങ്കിൽ ഉക്രൈനുള്ളിൽ നടക്കുന്ന ഭീഷണി കുറഞ്ഞിട്ടുണ്ടാകണം. പക്ഷെ നിലവിലെ സാഹചര്യം, അവിടെ എന്ത് സംഭവിക്കുന്നു, ആ ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ ഉക്രൈൻ റഷ്യയുടെ പ്രദേശത്തേക്ക് മുന്നേറുന്ന അതേ സമയം റഷ്യയിൽ നിന്ന് ഉക്രൈൻ എത്രമാത്രം നേട്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അത്രത്തോളം കടുത്ത നഷ്ടവും ഇപ്പൊ ഉക്രൈന് സംഭവിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് Su-27 വിമാനങ്ങളെ പോലും റഷ്യ നശിപ്പിച്ചു. F-16 വിമാനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കാമെന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ IRST, അതായത് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ, പ്രത്യേകിച്ച് ജർമ്മനി ഉക്രൈൻ നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനം, ഇതും 2 പാട്രിയോട്ട് ബാറ്ററികൾ, ഒന്നല്ല 2 മുഴുവൻ പാട്രിയോട്ട് ബാറ്ററികൾ, 2 ഹൈമാസ് യൂണിറ്റുകൾ, ഇവയെല്ലാം ആ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഉക്രൈനുള്ളിൽ വെച്ച് റഷ്യ നശിപ്പിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവയെ ഉക്രൈൻ അത്ര വേഗത്തിൽ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല. ഇതിന് പിന്നിൽ റഷ്യയുടെ ഒരു തന്ത്രപരമായ നീക്കമുണ്ട്. ആദ്യം ഈ സംഭവങ്ങൾ എങ്ങനെ നടന്നു എന്ന് ഞാൻ വിശദീകരിക്കാം. അതിനുശേഷം എന്താണ് ഇതിന് പിന്നിലെ റഷ്യയുടെ തന്ത്രം എന്നുള്ളത് അവസാനം കാണാം. എങ്കിൽ മാത്രമേ ഇവയെല്ലാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യയുടെ കേഴ്സ് ഭാഗത്തുള്ള ഒരു പാലം ഉക്രൈൻ നശിപ്പിച്ചു. അതിനെ നശിപ്പിക്കാൻ അവർ ഹൈമാസ് ഉപയോഗിച്ചു എന്ന് ചില വീഡിയോസും പുറത്തു വന്നു. ഈ പാലം റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്നും നമ്മളെല്ലാം പറഞ്ഞിരുന്നു. ഇതിന് റഷ്യയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഹൈമാസ് പ്രവർത്തിപ്പിച്ചത് സുമി മേഖലയിലാണ്. ഈ സുമി മേഖലയിൽ നിന്നാണ് ഹൈമാസിനെ പ്രവർത്തിപ്പിച്ച് ഈ പാലത്തിലേക്ക് അയച്ചത്. അതിനാൽ റഷ്യ മനസ്സിലാക്കിയത് ഹൈമാസ് സിസ്റ്റം ബാക്കപ്പിന് വേണ്ടിയാണ് ഉക്രൈൻ ഉപയോഗിക്കുന്നത്. ഉക്രൈൻ അത് സുമി മേഖലയിൽ എവിടെയോ മറച്ചു വെച്ചിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങളെ കണ്ടെത്തണം. ഡ്രോണുകൾ എല്ലായ്പ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ ആയുധങ്ങളെ പിടിച്ചെടുക്കാനുള്ള ശേഷി റഷ്യയ്ക്കും ഉക്രൈനും ഡ്രോണുകൾ കാരണം ഉണ്ടെങ്കിലും എല്ലാ സമയത്തും ഈ ഡ്രോണുകൾക്ക് എല്ലാ ലോഞ്ച് യൂണിറ്റുകളും കണ്ടെത്താൻ സാധിക്കില്ല. അതിനാൽ സുമി മേഖലയിലെ ഡ്രോണുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. അവർ ധാരാളം സാറ്റലൈറ്റ് ഡേറ്റ പ്രോസസ് ചെയ്യാൻ തുടങ്ങി. ഇതിൽ റഷ്യയുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് അറിയണ്ടേ? റെഡി ടു ലോഞ്ച് കണ്ടീഷനിൽ ഉണ്ടായിരുന്ന 2 ഹൈമാസ് വാഹനങ്ങളെ റഷ്യ കണ്ടെത്തി. ഇത് കണ്ടെത്തിയ ശേഷം അവർ അതിന്റെ ചലനങ്ങളുടെ തത്സമയ ഡ്രോൺ ദൃശ്യം എടുക്കാൻ തുടങ്ങി. അതവർ നിരീക്ഷിക്കാനും തുടങ്ങി. ഇതിലൊരു വലിയ കാര്യം എന്താണെന്ന് അറിയണ്ടേ? അതിൽ ഒരു ട്രക്ക് ഈ ഹൈമാസ് വിക്ഷേപിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അത് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റഷ്യ ആ പ്രദേശത്തേക്ക് കൃത്യമായി ഒരു പീരങ്കി ആക്രമണം നടത്തി. ഇതിൽ ലോഞ്ച് ചെയ്യാൻ തയ്യാറായി നിന്ന ആ ട്രക്ക് ആദ്യം നശിക്കുന്നു. ലോഞ്ച് ചെയ്യുന്നതിനിടെ പോലും മറ്റൊരു ഹമാസ് ട്രക്ക് നശിച്ചു. സുമി മേഖലയിലെ ഉക്രൈന്റെ ബാക്കപ്പ് സേനയ്ക്കും അതിന്റെ MLR പിന്തുണയ്ക്കും
ഒരു വലിയ പ്രഹരമായി ഇത് മാറി. കാരണം സുമിയാണ് ഇപ്പോൾ ഉക്രൈന്റെ ഒരു റിസർവായി മാറിയിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഓരോ തിരിച്ചടിയും കേഴ്സ് മേഖലയിലെ ഉക്രൈന്റെ പ്രവർത്തനം, അവിടെയുള്ള പട്ടാളക്കാർ അല്ലെങ്കിൽ അവരുടെ വഴിയൊരുക്കൽ, ഇവയെ എല്ലാം ഇത് ബാധിക്കും. ഇപ്പോൾ ഈ നഷ്ടപ്പെട്ട 2 ഹൈമാസുകൾ നേരിട്ടത് എന്തിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, നാളെ ഒരു കാലത്ത് റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനെ ആക്രമിക്കണം അല്ലെങ്കിൽ റഷ്യയുടെ ചലനങ്ങളെ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഹൈമാസിന്റെ പിന്തുണ അവർക്ക് ലഭിക്കാതെ വരുമ്പോൾ അത് ഉക്രൈന് വലിയൊരു പ്രശ്നമായി മാറും. ഇപ്പോൾ സുമിയിലെ ആദ്യത്തെ കാര്യം അവസാനിച്ചു. അടുത്തത് നിപ്രോ മേഖലയിലാണ്. ഉക്രൈന്റെ ധാരാളം കേടുപാടുകൾ അവിടെയാണ് സംഭവിച്ചത്. ഈ IRIST ആകട്ടെ അല്ലെങ്കിൽ പാട്രിയോട്ട്, കൂടാതെ MiG-29, ഇവയെല്ലാം ഈ മേഖലയിൽ വെച്ച് ഒറ്റ ദിവസത്തിൽ നശിച്ചു. ഉക്രൈൻ അത് വലിയൊരു നഷ്ടമായി മാറി. ഇതിൽ MiG-29 നശിപ്പിച്ചത് റഷ്യയുടെ കൃത്യമായ ആക്രമണത്തെയാണ് കാണിക്കുന്നത്. ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എല്ലാം ഞാൻ ഇവിടെ കാണിക്കാം. അതെല്ലാം ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ആദ്യം MiG-29 താൽക്കാലികമായി നിർമ്മിച്ച സൈനിക താവളത്തിൽ നിന്നുകൊണ്ട് ടേക്ക് ഓഫ് ആകാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നു. ഇപ്പൊ അവർ ചെയ്തത് MiG-29 വിമാനം റഷ്യയുടെ സ്ഥാനങ്ങളിൽ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഏതോ ഒരു കാരണത്താൽ അവർ അത് പറപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പറക്കുമ്പോൾ അത് പൂർണ്ണമായും ആയുധങ്ങൾ കൊണ്ട് നിറയ്ക്കണം. കാരണം അവർ റഷ്യയുടെ സ്ഥാനങ്ങളിൽ ഒരു ആക്രമണം നടത്താൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മിസൈലുകൾ എടുത്ത് അവിടെ കൊണ്ട് വിക്ഷേപിച്ചാൽ മാത്രമേ റഷ്യയ്ക്കുള്ളിൽ നഷ്ടമുണ്ടാക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഉക്രൈൻ ആയാലും റഷ്യ ആയാലും ഒരു സാധാരണ നിരീക്ഷണത്തിനായി വിമാനങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. അതിനാൽ ഈ ട്രക്കുകളിൽ കൂടുതൽ ആയുധങ്ങളും ഇതിനാവശ്യമായ മിസൈലുകളും ലോഡ് ചെയ്യാനായി ഇവിടെ കൊണ്ടുവരുന്നു. അതിനെ പിന്തുണയ്ക്കാനായി ഈ വിമാനത്തിൽ ഘടിപ്പിക്കാൻ ഹൈഡ്രോളിക് സിസ്റ്റം എന്നറിയപ്പെടുന്ന നിരവധി ക്രെയിനുകളും കൊണ്ടുവരുന്നു. എല്ലാ ഉപകരണങ്ങളും തയ്യാറായ അവസ്ഥയിൽ അവിടെ നിൽക്കുന്നു. ട്രക്കുകളും എത്തി. ഈ ട്രക്കുകൾ വന്ന് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം റഷ്യയുടെ ഇസ്കാന്ദർ മിസൈൽ ആക്രമണം ആ വിമാനത്തിന് നേരെ നടക്കുന്നു. ഇതിൽ എല്ലാ ട്രക്കുകളും MiG-29 വിമാനവും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കപ്പെടുന്നു. ഇപ്പോ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ചോദിച്ചാൽ Su-27 കുറിച്ച് മാത്രമല്ലേ സംസാരിക്കുന്നത്. Su-27 എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സ്വത്താണോ അതുപോലെ തന്നെയാണ് MiG-29. അതിനെക്കുറിച്ചും സംസാരിക്കണമെന്ന രീതിയിൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അത് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നു. ഇപ്പോ ഈ വിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതിലൂടെ ഉക്രൈനും ഉക്രൈന്റെ വ്യോമസേനയ്ക്കും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് അടുത്തതായി വരുന്ന F-16 വരവാണ്. കാരണം ഉക്രൈന് ഇങ്ങനെ സമ്മർദ്ദം വർദ്ധിച്ചു വരുമ്പോൾ അവർ എങ്ങനെയാണോ ലെപ്പേർഡിനെ ഉപയോഗിച്ച് കൃത്യമായ ഒരു ആസൂത്രണം ഇല്ലാതെ പ്രത്യാക്രമണം നടത്തി സ്വയം നഷ്ടങ്ങൾ വരുത്തിവെച്ചത്, അതേ തെറ്റ് അവർ വീണ്ടും ചെയ്യാനുള്ള സാധ്യത വരും. ഇവർ F-16 അകത്തേക്ക് കൊണ്ടുവരികയും റഷ്യയെ ആക്രമിക്കുന്നത് പോലുള്ള ഒരു തെറ്റ് ഉക്രൈൻ ചെയ്യും എന്ന് റഷ്യ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിമാനം നഷ്ടപ്പെട്ടതിൽ പ്രശ്നമില്ല. കാരണം ഒരു എയർക്രാഫ്റ്റ് ആണ്. MiG-29 ഉക്രൈന് പ്രധാനമാണ്. പക്ഷെ അടുത്ത് വരാൻ പോകുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു നഷ്ടമേ അല്ല എന്ന് തോന്നും. പാട്രിയോട്ടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പ്രധാനപ്പെട്ടതും പാശ്ചാത്യ നിർമ്മിതവുമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. IRISTയും ഇങ്ങനെ തന്നെയാണ്. SMPT ഇങ്ങനെ ധാരാളം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മുൻഗണനയുള്ളത് പാട്രിയോട്ടിനാണ്. ഒരുപാട് പാട്രിയോട്ട് ലോഞ്ചറുകളെ പലപ്പോഴും റഷ്യ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവയെ റഷ്യയുടെ വിമാനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പല സമയത്തും വെടിവെച്ച് വീഴ്ത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ പാട്രിയോട്ടിന്റെ യുദ്ധക്കളത്തിലെ പ്രവർത്തനം എന്നത് ഉക്രൈന് വളരെ ഉയർന്നതാണ്. അതിനാൽ തന്നെ പാട്രിയോട്ട് കൊണ്ട് ഉക്രൈന് ധാരാളം ഗുണങ്ങളുമുണ്ട്. ഇപ്പോ ഈ നിപ്രോവസ് മേഖലയിൽ റഷ്യ അവരുടെ മിസൈലുകൾ, ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് 2 ലോഞ്ചേഴ്സിനെ നശിപ്പിച്ചു. എങ്ങനെയാണോ S-400നെ ഡോൺബോസ് മേഖലയിൽ ATACMSന്റെ ക്ലസ്റ്റർ വാർഹെഡുകൾ ഉപയോഗിച്ച് ഉക്രൈൻ നിർവീര്യമാക്കിയത്, അതേ തന്ത്രം ഉപയോഗിച്ച്, അതേ ക്ലസ്റ്റർ വാർഹെഡ് ഉപയോഗിച്ച് എൻഗേജ്മെന്റിന് റെഡി ആയിരുന്ന സമയത്ത് ആ 2 ലോഞ്ചറുകളെയും അടുത്തുണ്ടായിരുന്ന റേഡാറിനെയും റഷ്യ നശിപ്പിച്ചു. മാത്രമല്ല ഇതേ നിപ്രോവസിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഒരു IRIST, ഒരു ക്രൂമംഗം, മൊത്തം ഒരു 5 പേർ, ഇവരെയും റഷ്യ ഒറ്റ ദിവസത്തിൽ നശിപ്പിച്ചു. അങ്ങനെ 24 മണിക്കൂർ എന്നത് ഉക്രൈന് മറക്കാനാകാത്ത ഒരു ദിവസമായി മാറി. ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ്, 2 പാട്രിയോട്ട് ലോഞ്ചറുകൾ, ഒരു IRIST, അത് മാത്രമല്ല 2 ഹൈമസ്. ഇങ്ങനെ ആ മേഖലയിൽ ഉക്രൈന്റെ നഷ്ടം വളരെ അധികം വർദ്ധിച്ചു. ഇത് കാണുമ്പോൾ ഒരു ചെറിയ കാര്യമായി തോന്നാം. കാരണം ഇതൊക്കെ നടന്ന് സംഭവിച്ചു, ഞാനത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങളത് മനസ്സിലാക്കി. പക്ഷെ തന്ത്രപരമായി ഇത് റഷ്യ എങ്ങനെ സഹായിക്കും, അല്ലെങ്കിൽ തന്ത്രപരമായി ഇത് റഷ്യ എങ്ങനെ പുഷ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ റഷ്യക്കും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം വളരെ ഉയർന്നതാണ്. കാരണം റഷ്യയുടെ സൈനികർ ഉക്രൈനിലാണ്, അതുപോലെ തന്നെ ഉക്രൈന്റെ സൈനികരും റഷ്യക്കുള്ളിലുണ്ട്. അതിനാൽ റഷ്യ അടുത്ത് ഒരു വലിയ ആക്രമണം, ഉക്രൈന്റെ ആക്രമണത്തിന് എതിരെ ഒരു പ്രത്യാക്രമണം നടത്തണം എന്നുണ്ടെങ്കിൽ
റഷ്യയുടെ വ്യോമസേന അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതുണ്ട്. എത്ര തന്നെ കരസേന അകത്തേക്ക് പ്രവേശിക്കുന്നു, മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു, എത്ര തന്നെ കരസേന അകത്തേക്ക് കടന്നു മിസൈൽ ആക്രമണമൊക്കെ നടത്തിയാലും വ്യോമസേന ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവർ എപ്പോഴാണോ വ്യോമസേന വളരെ സ്വതന്ത്രമായി ശത്രു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ പറക്കുന്നത്, അപ്പോൾ മാത്രമേ യഥാർത്ഥ ഒരു എയർ സപ്പോർട്ട് ലഭിക്കൂ, ഒരു എയർ സുപ്പീരിയോറിറ്റി ലഭിക്കുകയുള്ളൂ. കൂടാതെ കരസേനയുടെ മുന്നേറ്റം തടസ്സപ്പെടാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കരസേനയെ മാത്രം അകത്തേക്ക് അയക്കുന്നു. അവർക്ക് പിന്തുണ നൽകാനായി പീരങ്കികളും മിസൈലുകളും ആവശ്യമുണ്ട്. പക്ഷെ മറ്റെന്തിനേക്കാളും സഹായമെന്നത് വായുവിലൂടെയുള്ള വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ അല്ലെങ്കിൽ ആക്രമണ വിമാനങ്ങൾ, ഇവയിലൂടെ നൽകുന്ന വ്യോമ പിന്തുണ വളരെ നിർണായകവും പ്രധാനപ്പെട്ടതുമാണ്. അതിനാൽ ഇപ്പോൾ ഉക്രൈനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഉയർന്ന നിലവാരമുള്ള വ്യോമ പ്രതിരോധ സംവിധാനമായ പാട്രിയോട്ട്, വിമാനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന പാട്രിയോട്ട്, അതിനെ ലക്ഷ്യമിട്ട് നശിപ്പിക്കുമ്പോൾ നാളെ സുമി മേഖലയാകട്ടെ അല്ലെങ്കിൽ സാബ്രോസീഷ്യ, മറ്റു ഭാഗങ്ങൾ, നെപ്രോവസ്, ഡോൺബോസ്, ഇവിടങ്ങളിലെ റഷ്യയുടെ എയർ സുപ്പീരിയോറിറ്റിയെ തടയാനുള്ള കഴിവ് ഉക്രൈന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു വശത്ത് കേർസ്കിൽ വെച്ച് ഉക്രൈനും റഷ്യയ്ക്കും ഇടയിൽ വലിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതേസമയം റഷ്യ ഒരു വലിയ ആക്രമണത്തിനും തയ്യാറെടുക്കുന്നുണ്ട്. അതിന്റെ പ്രാഥമിക നടപടികളായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇവയിലെല്ലാം തീർച്ചയായും ഉക്രൈന് സംഭവിക്കുന്ന വലിയ നഷ്ടം പാട്രിയോട്ടിന്റെ ലോസ് തന്നെയാണ്. പലവട്ടം പറഞ്ഞു, പാട്രിയോട്ടിനെ സംബന്ധിച്ച് അത് അമേരിക്കയിൽ നിന്നോ പാശ്ചാത്യ രാജ്യങ്ങൾ കൊടുത്താൽ മാത്രമേ അവർക്ക് പാട്രിയോട്ട് ലഭിക്കൂ. എന്നാൽ അമേരിക്കയുടെ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടും ഇസ്രായേലുമായുള്ള പ്രശ്നങ്ങൾ വലുതായതുകൊണ്ടും ഉക്രൈന് സഹായം ലഭിച്ചാലും ആ സഹായം സ്വതന്ത്രമായി നൽകാൻ പോകുന്നില്ല. കാരണം സെലൻസ്കിയുടെ ഈ കൂർസ്ക് ആക്രമണം ഒരു സമ്മിശ്ര പ്രതികരണമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ അതിനെ പരസ്യമായി പിന്തുണച്ചാലും ഇപ്പോ ഈ ഡേർട്ടി ബോംബ്, ആണവയുദ്ധ പ്രശ്നം, ഇതെല്ലാം വന്നതുകൊണ്ട് സെലൻസ്കിക്കുള്ള പിന്തുണയും ഇവിടെ കലർന്നു കിട്ടുകയാണ്. ചിലയിടങ്ങളിൽ സെലൻസ്കിയോടുള്ള എതിർപ്പ് വർദ്ധിച്ചു വരികയാണ്. അതിനാൽ റഷ്യയുടെ ഈ തന്ത്രം ഉക്രൈന്റെ പ്രതിരോധ ശേഷി വളരെ മോശമായി തന്നെ ബാധിക്കും. നാളെ റഷ്യ ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ റഷ്യയുടെ ഈ തന്ത്രം ഉക്രൈന്റെ പ്രതിരോധ ശേഷിയെ വളരെ മോശമായി തന്നെ ബാധിക്കും. ഇതിന് എങ്ങനെയാണ് ഉക്രൈൻ പ്രതിരോധിക്കുക? അല്ലെങ്കിൽ അവർ കേഴ്സ് പ്രദേശത്ത് ഇതിന് പ്രതികാരം ചെയ്യുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ നടത്തുമോ? ഇതെല്ലാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.